നമുക്ക് കഴിഞ്ഞു. ഏകദേശം കരുവന്നൂർ ബാങ്കിനോടുള്ള ഈ കള്ളന്മാർക്കെതിരെയുള്ള എൻ്റെ വ്യക്തിപരമായ പോരാട്ടം എന്ന് പറയുന്നത് 1/4 നൂറ്റാണ്ടിന് മുന്നാണ്. ഏകദേശം ഈ 2025 ആണെങ്കിൽ 2000 തൊട്ട് 2003 ഞാൻ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ബാങ്കിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ തീരുമാനിക്കുന്ന സബ് കമ്മിറ്റി മെമ്പറാണ്. ആ യൂണിയന്റെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ കരുവന്നൂർ ബാങ്ക് യൂണിറ്റ് കൺവീനർ എന്നീ നിലയിലൊക്കെ അഡ്രസ് വെച്ചുകൊണ്ട് അന്നത്തെ ജില്ലാ സെക്രട്ടറി ബേബി ജോൺ മാഷ്ക്കാണ് ആദ്യമായി പാർട്ടിക്കുള്ളിൽ ഞാൻ പരാതി കൊടുക്കുന്നത്. കുറ്റം പറയരുതല്ലോ. സഖാ ബേബി ജോൺ മാഷ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്ക് കൃത്യതയോട് തന്നെ ആ പ്രശ്നം അന്വേഷിക്കുന്നതിനായിട്ട് ഇവിടുത്തെ കാട്ടുകള്ളന്മാരൊപ്പം നിൽക്കുന്ന ഭാഗ്യം കൊണ്ട് മാത്രം ഇപ്പൊ CBI എൻക്വയറി വരുമ്പോൾ ഉല്ലാസ് കളക്കാട്ട് പ്രതിയാവുമെന്ന് അറിയില്ല. ഇപ്പോഴില്ല. ആ ഉല്ലാസ് കളക്കാട്ട് കാട്ടൂർക്ക് LC സെക്രട്ടറി രാമചന്ദ്രൻ ഒരു അന്വേഷണം പൂർത്തിയാക്കി. അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി സമർപ്പിച്ചു. തുടർന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ മറ്റൊന്നും ഇല്ലാതായപ്പോൾ വീണ്ടും ഞാനിവിടെ പറയുന്നത് TK തന്നെയുള്ളൂ. TK ചന്ദ്രൻ ഞങ്ങൾ LC മെമ്പർമാര് എന്തെങ്കിലും അന്ന് പിന്നെയും നമുക്ക് കൂട്ടും നടന്നത് ലോക്കൽ സെക്രട്ടറി RC ധാരാണ് ഉള്ളത് പറയുമല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പോലീസ് ശക്തമായി ശാസിച്ചിട്ടുണ്ട്. കാരണം ED 2ാം ഘട്ട അന്തിമ കുറ്റപത്രം കൊടുത്തിട്ട് പോലും 21 കേസെടുത്ത പോലീസും 25 കഴിയാൻ കണ്ടിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ 1ാം ഘട്ട കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കേരള ഹൈക്കോടതി ശക്തമായി താക്കീത് നൽകിക്കൊണ്ട് ജൂലൈക്ക് മുന്നേ ആ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഒരു മനുഷ്യർ ക്രൈംബ്രാഞ്ച് മനുഷ്യർ എന്റെ മൊഴി എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ തുറന്നു പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന നിലയ്ക്ക് പലരും ഈ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സുരേഷ് ചേട്ടാ ഇന്നാളുടെ പേര് ഇടിയോടെ പറയും, ഇന്ന ആൾക്കാരുടെ പേര് പറഞ്ഞാലും ശരി, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഈ കരുവന്നൂർ സ്കാമിന് ഇൻവോൾവഡ് ആയിട്ടുള്ള സഖാക്കളെ അല്ലെങ്കിൽ കാപാലികൾ മാത്രമാണ് ഞാൻ EDക്ക് മുന്നോട്ട് കൊടുത്തത്. കാരണം ആ ബേബി ജോൺ മാഷ് റിപ്പോർട്ട് ഉള്ളപ്പോൾ തന്നെയാണ് സഖാ AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറിയായിട്ട് അധികാരത്തിൽ. AC മൊയ്തീൻ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പിതാംബരൻ മാസം CK തോളിൽ കഴിയിട്ട് നടക്കുകയാണ്, കേറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കടന്ന് ആക്രമിക്കുകയാണ്. ആകെ ഒരു തടയെന്ന് പറയാം RC മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റിപ്പോർട്ട് AC മൊയ്തീൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വീണ്ടും എന്റെ പോരാട്ട പാർട്ടിക്കുള്ളിലാണ് വീണ്ടും ഒരു പരാതി സഖാ AC മൊയ്തീനെ കൊടുക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആണല്ലോ. ഞാൻ ലോക്കൽ കമ്മിറ്റിയാണ്. അന്ന് ഇന്നത്തെ മാതിരി ഈ കീറി മുറിച്ചുള്ള 2 കമ്മിറ്റികളൊന്നുമില്ല. ഒന്ന് ഒറ്റ കമ്മിറ്റിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തല്ലുകൊണ്ട് സാധാരണ കുഞ്ഞ മറ്റേ കണ്ണൂർ മാഷ് ചന്ദ്രശേഖരൻ മാഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ചെറുപ്പക്കാരിൽ ഒരാളാണ് LC ഞാനായിരുന്നു. ഇതൊക്കെ തന്നെ AC മൊയ്തീന് കൊടുത്തിട്ട് പോലും നടപടി ഇല്ലാതെ കണ്ടപ്പോഴാണ് പിന്നീട് പാർട്ടി ഇവിടുത്തെ ഭരണസമിതിക്ക് ഒരു 2015 ഞാൻ പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തു. ഈ ബിജുവിനെ നിയന്ത്രിക്കണം. ഇവ 16 അതായത് ഇവൻ ജോലിക്ക് കയറി 2003 തൊട്ട് 2019 വരെ ഒരു കസേരയാണ്. പ്രൊമോഷൻകാർ കസേരമ തന്നെയാണ്. കസേരമ ജൂനിയർക്കാർക്ക് സീനിയർക്കാർക്ക് അക്കൗണ്ട് മാനേജർ കസേര മാറുന്നില്ല, അവിടെ തന്നെയാണ്. അപ്പൊ ഇത് മാറ്റം വരുത്തണം. ഇവരെ ഈ സ്ഥാനത്ത് മാറ്റണം. ബാങ്ക് ഇതാ പൊളിയാൻ പോകുന്നിട്ട് പരാതി 2015 കൊടുത്തു. പിറ്റേ ആഴ്ചയിൽ ഞാൻ പെണ്ണുകേസിലെ പ്രതി ബാങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ബാങ്കിൽ പാർട്ടിക്കകത്തേക്ക് പരാതി കൊടുക്കുന്ന കാര്യമില്ല. നേരെ ഞാൻ ബഹുമാനോട് ജോയിൻ രക്ഷപ്പെട്ടു. കാരണം ഇത് സൺഡേ ബാങ്കിങ് ഉണ്ട്. കാരണം ആൾക്കാർ സേവിക്കലല്ല ഇവരെ കള്ളന്മാരെ ബിനാമി ലോൺ കൊടുക്കാനുള്ള രീതിയായിട്ട് സൺഡേ ബാങ്കിങ് ഞായറാഴ്ച ബാങ്കിങ് മാറ്റിയാണ്. അപ്പൊ ഞാനൊരു 1 മണിയാണല്ലോ. എനിക്ക് എന്റെ ഡ്യൂട്ടി 1 മണി കഴിഞ്ഞാൽ ഈ കള്ളന്മാരെടുത്ത ലോണുകളൊക്കെ തന്നെ പെൻഡ്രൈവിലാക്കണം. കാരണം ഇവര് സാധാരണ ഒരു മുഴ മുൻകറിയുമ്പോൾ ഞാൻ 16 മുഴ മുൻകറിയാണ് ഞാനന്ന് കളിച്ചത്. കാരണം ഒരു കോടാലി എന്റെ തലയ്ക്ക് മീതി ഉണ്ടെന്നും ബന്ധപ്പെട്ട പാർട്ടി സഹാക്കൾ ഉപരി ജീവനക്കാരും എനിക്കറിയാതെ ബോധ്യപ്പെട്ടുള്ളൂ. ഇതിന്റെ അടിസ്ഥാന പെൻഡ്രൈവ് എല്ലാ ഡോക്യുമെന്റും ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇതെല്ലാം പ്രിന്റ് എടുത്തുകൊണ്ട് 16/2019 ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർക്ക് ഞാൻ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അടിയന്തരമായി അന്വേഷിക്കുന്ന ആവശ്യം കൂടുതൽ രേഖകളാണല്ലോ, തെളിവുകളാണല്ലോ. ഞാൻ എന്റെ ബാങ്ക് മാനേജറിനോട് ആ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മേലുദ്യോഗസ്ഥൻ അന്വേഷിക്കാതിരിക്കാൻ നിർത്തില്ല. അതിന് അന്വേഷണം 6 മാസം കഴിഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി എന്നിട്ട് തീരുമാനം എടുത്തു. അതായത് സഹകരണ മേഖലയില്
ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ഉണ്ടാകും അന്വേഷിക്കുന്ന ഒരു വകുപ്പാണ് കേരള കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1968 സെക്ഷൻ 65 എന്നുള്ളത്. ആ സെക്ഷൻ 65 പ്രകാരം അന്വേഷണം നടത്തി. ഈ സാധാരണ രീതിയിൽ ഈ സെക്ഷൻ 65 പ്രകാരം ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ 6 മാസം അതിൽ കൂടി വന്ന ഒരു കൊല്ലത്തിനുള്ള റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ബന്ധപ്പെട്ട മേലധികാരികൾക്ക് എന്തെല്ലാം കാര്യകാരണം സഹിതം വിശദമായ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഇവിടെ 19 അന്വേഷണം തുടങ്ങിയിട്ട് 2021 കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. കാരണം അതിനെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിജു കരീമും ബിജോയും ഒക്കെ തന്നെ EP ജയരാജനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു EP ജയരാജന്റെ പേരുകൾ പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അദ്ദേഹം ഈ സ്കാമിൽ ഇൻവോൾവ് അല്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിന് സാധനങ്ങൾ ഈ അന്ന പേര് പറഞ്ഞൊന്നും വേണ്ട. EP ജയരാജൻ ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് ദീർഘിപ്പിക്കുന്നു. ആ സെക്ഷൻ 65 ഒരു കൊല്ലം എന്നുള്ളത് 2 കൊല്ലം ആക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ഇപ്പോഴത്തെ CPIM കേന്ദ്ര കമ്മിറ്റിയായ അംഗമായി EP ജയരാജനാണ്. ഈ 2 കൊല്ലം സമയം കൊടുത്തു. അതേ സമയം തന്നെ ബിജു എന്ന ജീവനക്കാരനെ ബാങ്കിൽ നിന്ന് മാറ്റി നിർത്തില്ല. അവരുടെ സ്നേഹം കൊണ്ടല്ല. നീ കൊടുത്ത ബിനാമി വായ്പകൾ, നിങ്ങളെടുത്ത ബിനാമി അല്ലെങ്കിൽ നിങ്ങളുടെ ബിനാമി പ്രോപ്പർട്ടികൾ വിറ്റിട്ട് കാശ് കൊണ്ടുവരാനാണ്. ആ 2 കൊല്ലമായിട്ടും അവർ കാശ് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ബാങ്കിൽ പ്രതിസന്ധികൾ ദിവസമായി തുടങ്ങി. ഇവിടെ ആൾക്കാർക്ക് കഷ്ടപ്പാടുകൾ വന്നു തുടങ്ങി. പണമില്ല, ക്യൂ വന്നു, തിക്കും തിരക്ക്. BJP-ക്കാർ വന്നു. BJP-ക്കാർ കമ്മ്യൂണിസ്റ്റുകാർ വീട്ടിലേക്കാണല്ലോ പോയത്. ആദ്യമായിട്ട് എന്റെയും ഷാജിന്റെയും ഇവിടെ BJP നേതാക്കളുടെ വീട്ടിലേക്കാണ് നിർമ്മിച്ചവർ വന്നത്. കാരണം അവർക്ക് പ്രതീക്ഷ BJP യുള്ളൂ. BJP നേതൃത്വം കൊടുത്താൽ മാത്രമേ ഞങ്ങളെപ്പോൾ തിരിച്ചു കിട്ടുന്ന ആ ബോധപ്രകാരം ഉള്ളതുകൊണ്ടാണ് BJP രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ വരെ BJP നേതാക്കളുടെ വീടുകൾ കയറി ഇറങ്ങി. നിങ്ങൾ ഞങ്ങൾക്ക് പണം, നിങ്ങളിലാണ് വിശ്വാസം, നിങ്ങൾ ആ സമരം ഏറ്റെടുക്കണം, നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ ഈ ജയിലിൽ കിടന്നപ്പോ ഇപ്പൊ AC മൊയ്തീനായാലും പിന്നെ അതുപോലെ തന്നെ AC മൊയ്തീന്റെ പേര് ഇടുക്കി കൊടുത്തിട്ട് ഞാൻ ഒഴിഞ്ഞു പറഞ്ഞു അയാൾ കള്ളനാണെന്ന്, അയാളെ പ്രതി ചേർക്കണമെന്നും പ്രതി ചേർക്കാട്ടായപ്പോൾ തന്നെ ED ഉദ്യോഗസ്ഥന്മാരോട് വേണ്ടി തർക്കിച്ചതും വാക്കുകളുണ്ടായതൊക്കെ എനിക്കറിയാം. ഞാൻ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയപരമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ AC മൊയ്തീനെ ഞാൻ ഉണ്ടാവില്ല ചർച്ച ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് AC മൊയ്തീനെ സംരക്ഷിക്കുന്നു? എല്ലാക്കരെയൊക്കെ കൈയടിച്ചുകൊണ്ട് നിങ്ങൾ AC മൊയ്തീനെ സംരക്ഷിക്കാൻ കാശ് മേടിക്കുന്നതാണ്. ഞാൻ വരട്ടെ, വെയിറ്റ് ചെയ്യും. നമുക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ. കാരണം അപ്പൊ AC മൊയ്തീൻ പ്രതിയായിട്ടുണ്ട്, വർഗീസേട്ടൻ പ്രതിയായിട്ടുണ്ട്, രാധാകൃഷ്ണൻ പ്രതിയായിട്ടുണ്ട്. എന്തിനാണ് CPIM തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിപട്ടികൾ ചേരുന്നത് ഈ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളികൾക്ക് സ്നേഹം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇവിടുത്തെ ഈ പ്രതിപട്ടികയിലെ ഈ ഭീകരപ്പെട്ട പ്രതിഭാഗത്ത് വന്നെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അംഗീകരിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ന് കരുവന്നൂരിന്റെ ബാങ്ക് പ്രതിപട്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ തൊഴിലാളികളുടെ സർവാധിപത്യം സ്ഥാപിക്കണം, തൊഴിലാളികളുടെ ഐക്യം സ്ഥാപിക്കണം. കഴിഞ്ഞ ദിവസം ഉല്ലാസേട്ടൻ ഷാജുവിന് ബന്ധം നമ്മുടെ ജീവന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ അവർ തെറ്റുപറ്റും. ഈ പ്രതിപട്ടികൾ വന്നിട്ട് പോലും ആ രാജ്യമാഷ ആ ജാഥ ഉദ്ഘാടനത്തിന് ഏൽപ്പിച്ചത് അത് ഒന്നുകൂടി കോമാളി വേഷം CPM-നെ വരുത്തി വെച്ചൊരു നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ട്. കാരണം ഒരു പ്രതിപ്പെട്ട് നിൽക്കുന്ന ആള് വീണ്ടും ഇങ്ങനെ ഈ വലിയ സമരം നടത്തുക, BJP-ക്കാർ കയ്യും വെട്ട്, കാലും വെട്ട്, തലയും വെട്ടും, പിന്നെ കടലിൽ കലർന്ന മുദ്രവൊക്കെ അതൊക്കെ നമ്മൾ കണക്കാക്കുന്നില്ല. CPM-നോടൊപ്പം ഞങ്ങളും മുദ്രാവാക്യം വലിയ പൊതുവെ കാണുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ പണം തട്ടിയെടുത്ത ആൾക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോൾ CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വം വെച്ചു പുലർത്തണം. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് പണം കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് അത് ഓപ്ഷൻ ചെയ്ത് കൊടുക്കുന്നില്ല? ഇവരിപ്പോ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റ് കല്യാണാവശ്യത്തിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്വന്തം കിടപ്പാടം പണം വെച്ചാൽ അത് ഒഴിവാക്കാണ്. ഇപ്പൊ ഞാൻ സൂരത്തിനോട് പറഞ്ഞു, സൂരജ് കാരണം നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. കാരണം കിടപ്പാടം പണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരിച്ചെടുക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ BJP-ക്കാർ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഇരയാക്കപ്പെട്ടിട്ട് ബാങ്കിൽ പണം കണ്ടെത്താനായിട്ട് കഴിയാതെ വരുമ്പോൾ ഈ സാധാരണ രീതിയിൽ നിയമപരമായിട്ട്